أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد ബഹുമാനികളായ പണ്ഡിതന്മാരെ, നമ്മുടെ 64ാമത്തെ ക്ലാസ്സാണ് ആരംഭിക്കാൻ പോകുന്നത്. വമിൻ ശുറൂത്തിൽ ഇൽഹാഖി ബിൽ ഇല്ലത്തി, ഇല്ലത്ത് കാരണം കൊണ്ട് ചേർക്കലിലുള്ള ഷർത്തിൽപ്പെട്ടതാണ് അല്ലാതക്കൂന, ഇല്ലത്ത് ആവാതിരിക്കല്. വസ്ഫൻ മുഖദ്ദർ, ഒരു സങ്കല്പിക്കപ്പെട്ട വസ്ഫ് ആവാതിരിക്കണം. സങ്കല്പിക്കപ്പെടുന്ന വസ്ഫായ പറ്റുകയില്ല. വിഫാഖല്ലിൽ ഇമാം റാസി, ഈ പറഞ്ഞ അഭിപ്രായം ഇമാം റാസിയോട് യോജിച്ചുകൊണ്ട് പറഞ്ഞതാ. ഖാല, ഇമാം റാസി തങ്ങൾ പറഞ്ഞു, ലാ യജൂസു തഅലീലു ബിഹി, മുഖദ്ദറായ ഒരു സങ്കല്പിക്കപ്പെടുന്ന വസ്തു കൊണ്ട് ഇല്ലത്ത് പറയാൻ പറ്റൂല എന്ന് ഇമാം റാസി പറഞ്ഞിട്ടുണ്ട്. ഖിലാഫല്ലി ബഅദിൽ ഫുഖഹാഇ, ഈ പറഞ്ഞു തന്നെ കർമ്മശാസ്ത്ര പണ്ഡിതരിൽ ചില ആളുകൾക്ക് എതിരായിട്ടാണ് ഈ അഭിപ്രായമുള്ളത്. മിസാലുഹു, മുഖദ്ദറായ ഒരു വസ്ഫ് ആകാൻ പറ്റുകയില്ല എന്നല്ലേ പറഞ്ഞത്. അതിന്റെ ഉദാഹരണം ഖൗലുഹും, അവരുടെ വാക്ക് തന്നെയാണ്. അൽ മിൽക്ക്, അധികാരം. അധികാരം എന്ന് പറയുന്നത് മഅനം മുഖദ്ദറുൻ ശർഇയ്യൻ ഫിൽ മഹല്ലി, ഒരു മഹല്ലിൽ, ഒരു സ്ഥലത്ത് ശർഇയ്യായ രീതിയിൽ സങ്കല്പിക്കപ്പെട്ട ഒരു ആശയമാണ് മിൽക്ക്, അധികാരമുണ്ടാവുക എന്നുള്ളത്. അസറുഹു, അതിന്റെ അസർ, ആ മിൽക്കിന്റെ ഫലം എന്താണ്? ഇത്ലാഖു തസറുഫാത്തി, കൈകാര്യങ്ങൾ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അതിന്റെ ഫലം. അപ്പൊ മിൽക്ക് എന്ന് പറഞ്ഞാൽ ഖാരിജിൽ കാണുന്ന ഒന്നല്ലല്ലോ, അത് മാനവിയായ ഒരു സങ്കല്പിക്കപ്പെട്ടതായ ഒരു മാനയാണുള്ളത്. ഇങ്ങനെ സങ്കല്പിക്കപ്പെടുന്നതായ ഒരു വിശേഷണം ആവാൻ പാടില്ല ഇല്ലത്ത് എന്നുള്ളതാ. പറ്റുമെന്നുള്ളതാണ് ഫുഖഹാക്കൾ ചിലവർക്കുള്ളത്. വകഅന്നഹു, അപ്പോൾ ഈ മിൽക്ക് എന്നുള്ളത് യുനാസിഉ, അത് തർക്കിക്കുന്നുണ്ടല്ലോ. എന്തിനോട്? ഫീ കൗനിൽ മിൽക്ക്, മിൽക്ക്. ഇമാം റാസി തങ്ങൾ യുനാസിഉ തർക്കിക്കും. അങ്ങനെയാണ് ഇമാം റാസി തങ്ങൾ യുനാസിഉ തർക്കിക്കുന്നു. ഫീ കൗനിൽ മിൽക്കി മുഖദ്ദറൻ, മിൽക്ക് എന്ന് പറയുന്നത് സങ്കല്പിക്കപ്പെട്ടതായിരിക്കുക എന്ന കാര്യത്തിൽ ഇമാം റാസി അവറുകൾ തർക്കിക്കുന്നു. വയജ്അലഹു, എന്നിരിക്കെ ഇമാം റാസി തങ്ങൾ ആ മിൽക്കിനെ ആക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. മുഹഖഖൻ ശർഅൻ, ശർഇൽ അതൊരു തഹഖീഖുള്ളതായി ആക്കുകയും ചെയ്യുന്നുമുണ്ട്. വയർജിഉ കലാമുഹു, അങ്ങനെ വരുമ്പോൾ മൂപ്പരുടെ കലാം മടങ്ങുന്നത് ഇലാ അന്നഹു ലാ മുഖദ്ദറ യുഅല്ലലു ബിഹി, അങ്ങനെ വരുമ്പോൾ ശർഇൽ തഹഖീഖാക്കപ്പെട്ടതാണ് എങ്കിൽ ആ മഅന, ആ വസ്ഫ് സങ്കല്പിക്കപ്പെട്ടതല്ലല്ലോ. അതുകൊണ്ട് ഇല്ലത്ത് പറയാൻ പറ്റും എന്നുള്ളതല്ലേ കലാം മടങ്ങുന്നത്. കമാ ഫഹിമഹു അൻഹു തിബിരീസിയു, തിബിരീസി ഇമാം റാസിയെ കുറിച്ച് അങ്ങനെ മനസ്സിലാക്കിയതുപോലെ. അപ്പോ എന്തവിൽ ഇൽഹാഖ് ബിഹി, അപ്പൊ ഇവിടെ എന്തായെന്നറിയാമോ? അതിനോട് ചേർക്കൽ ഇല്ലാതെയായി. അപ്പൊ അതിനോട് ചേർക്കൽ ഇല്ലാതെയാകും. കമാ ഖസദുൽ മുസന്നിഫു, മുസന്നിഫ് അങ്ങനെ കരുതിയത് പോലെയാണ്. അപ്പൊ ഇവിടെ ഇൽഹാഖ് എന്നുള്ളത് എന്തായെന്നറിയാമോ? ഇൽഹാഖ് ഇല്ലാതെയാകും. അതിനോട് ഇൽഹാഖ് ഇല്ലാതെയാകും എന്ന് വരുമ്പോൾ അതുകൊണ്ട് ഇല്ലത്ത് ലാസിമായി വരുമെന്നതാണല്ലോ. അപ്പൊ ലാസിമായി വരിക എന്നത് ഇല്ല എന്നുള്ളതാണെങ്കിൽ മൽസൂം ഇല്ലാതല്ലേ വരികയുള്ളൂ. അപ്പൊ ഇല്ലത്ത് കൊണ്ടുള്ള ഇൽഹാഖില് ആ ഇല്ലത്ത് പാടില്ല. എന്ത് പാടില്ല? തഖ്ദീർ ചെയ്യപ്പെട്ടതാവാൻ പാടില്ല എന്നുള്ളത് ഇപ്പൊ കിട്ടി അല്ലേ. അപ്പൊ അങ്ങനെ ഇമാം റാസി അവറുകളോട് യോജിച്ചുകൊണ്ടാണ് ഇവിടെ എന്ത് പറഞ്ഞത്? ഇല്ലാഖിന്റെ നിബന്ധനയിൽ വസ്ഫും മുഖദ്ദർ ആവാൻ പാടില്ല ഇല്ലത്തി എന്നുള്ളത്.
വമിൻ ശുറൂത്തിൽ ഇൽഹാഖി ബിൽ ഇല്ലത്തി, ഇല്ലത്ത് കൊണ്ട് അഥവാ ഇല്ലത്തിന്റെ കാരണം കൊണ്ട് ചേർക്കലിന്റെ നിബന്ധനയിൽ പെട്ടതാണ് അല്ലാ യതനാവല ദലീലുഹ ഹുക്മൽ ഫർഇ, ഇല്ലത്തിന്റെ ദലീലുണ്ടാകുമല്ലോ ആ ദലീല് ഫർഇന്റെ ഹുക്മിനെ ഉൾപ്പെടുത്താതിരിക്കണം. എങ്ങനെ? ബിഉമൂമിഹി, ആ ദലീലിന്റെ ഉമൂമ് കൊണ്ടായ സ്ഥിതിയിലോ ആ ഖുസൂസിഹി, അല്ലെങ്കിൽ അതിന്റെ ഖുസൂസ് കൊണ്ടായ നിലയിലോ. അപ്പൊ ഉമൂമ് കൊണ്ടോ ഖുസൂസ് കൊണ്ടോ ഇല്ലത്തിന്റെ ദലീല് ഫർഇന്റെ ഹുക്മിനെ ഉൾപ്പെടുത്താതെ ഇരിക്കണം. അത് ഷർത്താകുന്നു. അൽ മുഖ്താരി, ബലപ്പെട്ട അഭിപ്രായ പ്രകാരം. എന്താ അങ്ങനെ ഷർത്താക്കാൻ കാരണം? ഖിയാസി, ഉമൂമോ ഖുസൂസ് കൊണ്ട് ഫർഇന്റെ ഹുക്മിനെ ഉൾപ്പെടുത്താതെ വെച്ചോളി. അങ്ങനെ വരുമ്പോ പിന്നെ ഖിയാസിന്റെ ആവശ്യമില്ല. അവരൊറ്റ ദലീല് കൊണ്ട് തന്നെ ഖിയാസിന്റെ ആവശ്യം തീർന്നത് കൊണ്ട് ഖിയാസാക്കണമെങ്കിൽ ഇതില്ലാതിരിക്കണം. മിസാലു ഫിൽ ഉമൂമി, ഉമൂമിൽ അതിന്റെ ഉദാഹരണം എന്ന് പറഞ്ഞു നോക്കുക. ഹദീസ് മുസ്ലിമിൻ, മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്. അത്വആമു ബിത്വആമി മസലം ബി മസൽ എന്നല്ലേ, മിസിലം ബി മിസിൽ. ത്വആമു, ത്വആമിന് പകരം റൊക്കമായിട്ടായിരിക്കണം എന്നുള്ളതാണ്. ഇതിവിടെ ഉമൂമാണ്. ത്വആം ബി ത്വആം എന്നാണ്. ഫഇന്നഹു ദാലുൻ, അപ്പോ ഇത് അറിയിക്കുന്നുണ്ട് അലാ ഇല്ലിയത്തി ത്വഅമ്, ത്വഅമ് ഇല്ലത്താണ് എന്നതിന്റെ മേൽ ഈ ഹദീസ് അറിയിക്കുന്നുണ്ട്. ഫലാ ഹാജത, അപ്പോൾ ആവശ്യമില്ല ഫി ഇസ്ബാത്തി ലിബവിയ്യത്തിൽ തുഫാഹി, ആപ്പിള് എന്ന് പറഞ്ഞൊരു മസാല ഉദാഹരണം പറഞ്ഞതാ, ജുവാർദ്വാവാ. തുഫാഹി എന്ന് പറയുന്ന സാധനം നബവിയാണെന്ന് സ്ഥിരപ്പെടുത്തുന്നതിലേക്ക് ആവശ്യമില്ല. എന്തിലേക്ക് ആവശ്യമില്ല? ഇലാ ഖിയാസിഹി, ഈ തുഫാഹിനെ ഖിയാസാക്കലിലേക്ക്, അലൽ ബുർറി, ബുറിന്റെ മേൽ. എന്ത് കാരണം വെച്ച് തുഅമ് എന്ന ജാമിയ കൊണ്ട്, രണ്ടിനും തുഅമുണ്ട്. അപ്പൊ തുഅമ് എന്ന ജാമിയ കൊണ്ട് ബുറിന്റെ മേലിൽ ഖിയാസാക്കിക്കൊണ്ട് തുഫാഹ് നബവിയാണെന്ന് സ്ഥിരപ്പെടുത്താൻ ആവശ്യമില്ല. കാരണം അത്വആമു ബിത്വആമി എന്ന് പറഞ്ഞ ആമ്പല്ലേ. അപ്പൊ ഫർഇന്റെ ഹുക്മിനെയും ഈ ഇല്ലത്താകുന്ന തുഅമ് ഇല്ലത്താകുക എന്നതിനുള്ള ദലീലാണ്. ഇപ്പൊ ഈ ദലീൽ ഉൾപ്പെടുത്തുന്നുണ്ടല്ലോ. അപ്പൊ ഖിയാസിലേക്ക് ആവശ്യമില്ല. ഹദീസ്, ഈ ഹദീസിന്റെ ഉമൂമ് കൊണ്ട് തന്നെ ഖിയാസിനെ തൊട്ട് ആവശ്യം തീർന്നു, വേണ്ട. അപ്പൊ ഫർഇന്റെ വിധി അതിൽ ഉൾപ്പെട്ട് കഴിഞ്ഞു. ഇനി ഖുസൂസിൽ അതിന്റെ ഉദാഹരണം ഹദീസ് മൻ ഖാഅ ഔ റഅഫ, മൻ ഖാമ ഔ റഅഫ ഫലയതവല്ല എന്നതാണ്. ഛർദിക്കുകയോ തരിമൂക്കിൽ നിന്ന് ചോര വരികയോ ചെയ്താൽ അവൻ ഒന്നുണ്ടാക്കട്ടെ എന്നുള്ളത് ഖാസാണ്. ഈ ഹദീസ് ദാലുൻ അറിയിക്കുന്നുണ്ട് അലാ ഇല്ലിയത്തിൽ ഖാരിജിൻ നജസി, നജസായ സാധനം പുറപ്പെട്ടു വരിക, അതൊരു കാരണമാവലിന്റെ പേരിൽ ഈ ഹദീസ് അറിയിക്കുന്നുണ്ട്. എന്ത് വിഷയത്തിലാണ്? ഇല്ലത്ത് ഫീ നഖ്ദിൽ വുളൂഇ, വുളു മുറിക്കുന്ന കാര്യത്തിൽ. ഇത് ഖാസായി. അവല ഹാജത ലിൽ ഹനഫി, ഹനഫിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇനി ആവശ്യമില്ല. ഇലാ ഖിയാസിൽ ഖൈഇ അവിർ റിആബ്, ചോര വരിക മൂക്കിൽ നിന്ന് അല്ലെങ്കിൽ ഛർദിക്കുക, ഇതിനെ ഖിയാസാക്കലിലേക്ക് ആവശ്യമില്ല. എന്തിന്റെ മേൽ ഖിയാസാക്കുക? ഖാരിജി മിനസ് സബീലൈനി, മലമൂത്ര ദ്വാരങ്ങളിൽ നിന്ന് പുറപ്പെടുന്നതിന്റെ മേലിൽ എന്ന് പറഞ്ഞ് ഖിയാസാക്കേണ്ട ആവശ്യം ഹനഫിക്കാരനില്ല. ഫീ നഖദിൽ വുളൂഇ, വുളു മുറിക്കുന്ന കാര്യത്തിൽ. എന്താ? ജാമിൽ ഖാരിജിൻ നജസി, നജസായി പുറപ്പെടുന്ന സാധനം നജസാണ്. ആ നജസായ ഖാരിജ് ഉണ്ട് എന്നൊരു മാന വെച്ചുകൊണ്ട് വുളു മുറിക്കുക എന്ന കാര്യത്തിൽ മുന്തുവാരത്തിൽ കൂടിയോ പിന്തുവാരത്തിൽ കൂടിയോ പുറപ്പെടുന്നതിന്റെ പേരിൽ ഖൈഇനെയോ റിആബിനെയോ ഖിയാസാക്കിലേക്ക് ഹനഫിക്കാരനെ സംബന്ധിച്ചിടത്തോളം യാതൊരു ആവശ്യം ഇവിടെയില്ല. എന്താ കാരണം? ഇസ്തിഗ്നാഇ അൻഹു, ആ ഖിയാസിനെ തൊട്ട് ആവശ്യം തീർന്നതിന് വേണ്ടി. ബിഖുസൂസിൽ ഹദീസി, ഹദീസിന്റെ ഖുസൂസ് കൊണ്ട്. ഖുസൂസല്ലേ മൻ ഖാഅ ഔ റഅഫ എന്ന് പറയുന്നത്. അപ്പൊ മലമൂത്ര ദ്വാരങ്ങൾ കൂടി പുറപ്പെടുന്ന നജസാവുക എന്നൊരു ഇല്ലിയത്താണ് അവരുത്തുള്ളത്. അത് രണ്ടൊക്കെ ഖാസല്ലേ. അപ്പൊ അത് മതി, ഖിയാസാക്കേണ്ടതില്ല ഇവിടെ. അപ്പൊ ഫർഇനുള്ള വിധി അത് തന്നെ ഉൾപ്പെടുത്തി കഴിഞ്ഞു. ഇങ്ങനെ ആമാനോ ഖാസാനോ ഇല്ലത്തിന്റെ ദലീല് ഫർഇന്റെ ഹുക്മിനെ ഉൾപ്പെടുത്താതിരിക്കണം. എന്തെങ്കിലും ഖിയാസ് നടക്കൂ? ഇവിടെ നടത്തൂല, ഇവിടെ ഉൾപ്പെടുത്തി. അപ്പൊ ഖിയാസ് വേണ്ട. എന്നാൽ
വൽ മുഖാലിഫു ഇതിനെ എതിർക്കുന്ന ആള് യഖൂലു പറയും അൽ ഇസ്തിഗ്നാഉ അൻ ഖിയാസ് മിൻ നസ്സി നിങ്ങൾ പറഞ്ഞതുപോലെ നെസ് കൊണ്ട് ഖിയാസിനെ തൊട്ട് ആവശ്യം തീരുക എന്നുള്ള ഇല്ലത്തല്ലേ ഇപ്പോൾ പറഞ്ഞത്, ആയിക്കോട്ടെ സമ്മതിക്കാം. ആ ഇസ്തിഗ്നാ ലാ യൂജിബു ഇൽഗാഹു ആ ഖിയാസിനെ ഒഴിവാക്കുക എന്നതിനെ നിർബന്ധമാക്കുന്നുണ്ടോ? ഇല്ല. എന്താ കാരണം? ജവാസി ദലീലേനി ഒരു നെസ്സും ഒരു ഖിയാസും 2 ലക്ഷ്യമല്ലേ. ഈ 2 ലക്ഷം ഉണ്ടാവും ജായിസായതിന് വേണ്ടി അലാ മദുലൂലിൻ വാഹിദിൻ ഒരൊറ്റ മദുലുവിന്റെ പേരിൽ ഒരൊറ്റ ഹുക്മിന് 2 ദലീലുണ്ടാവാലോ, അതിനെന്താ കുഴപ്പം? അതുകൂടെ അംഗീകരിച്ചുകൂടെ? ഹദീസു റവാഹു ഇബ്നു മാജാ വഗൈറുഹു പിന്നെ ഇവിടെയുള്ള ഈ ഹദീസിനെ കുറിച്ചൊന്ന് പറയാനുള്ളത് ഇബ്നു മാജയും വൈറും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇപ്പൊ ഈ ഹദീസാണെങ്കിലോ ലഈഫുമാണ്. അപ്പൊ പിന്നെ ഇവിടെ റിയാഫ് ഖൈ എന്നതുകൊണ്ട് ഉളു മുറിയൽ ഇല്ല എന്ന് പറയുന്ന ഷാഫിയാക്കൾ മാലിക്കിയാക്കൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഹദീസ് ലഈഫ് ആയതുകൊണ്ട് സംശയം വരികയും ഇല്ല. അവിടെ തീർന്ന പ്രശ്നം. ഇനി വസ്സഹീഹു ബലപ്പെട്ട അഭിപ്രായം പറയുന്നത് എന്താ? അന്നഹു നിശ്ചയമായിട്ടും കാര്യം ലാ യുസ്തറതു ഫിൽ ഇല്ലത്തിൽ മുസ്തംബത്വതി ഗവേഷണം ചെയ്തെടുക്കുന്ന ഇല്ലത്ത അങ്ങനെ കിട്ടിയതായിരിക്കുന്ന ഇല്ലത്തിൽ ഷർത്തില്ല. അൽ ഖത്ഉ ബിഹുക്മിൽ അസ്ലി മഖീസ് അലൈഹി എന്ന് പറയുന്ന അസ്ലിന് നമ്മൾ എന്തൊക്കെ അർത്ഥം വെച്ചിട്ടുണ്ടല്ലോ, ആ അസ്ലിന്റെ ഹുക്ം ഉറപ്പാവണം എന്നുള്ളതൊന്നും ഷർത്തില്ല. ഉറപ്പാവണം എന്ന് പറഞ്ഞാൽ ബി അയ്യക്കൂന ആ ഹുക്കം കൊണ്ടുള്ള ഉറപ്പിക്കല് അതെന്താ? ദലീലുഹു ആ ഹുക്കുമിന്റെ ദലീല് ഖത്ഇയ്യൻ അത് ഉറപ്പായിരിക്കണം. ഈ കിതാബിൽ നിന്നോ ഔ സുന്നത്തിൻ മുത്തവാത്തിറത്തിൻ അല്ലെങ്കിൽ മുത്തവാത്തിറായി വന്ന സുന്നത്തിൽ നിന്നോ ഖത്ഇയ്യായ ഒരു ദലീലായിരിക്കണം അസ്ലിന്റെ ഹുക്കം എന്നതുകൊണ്ടുള്ള ഖത്ഉൻപടല്ല. വലന്തിഫാഉ മുഖാലഫത്തി മദ്ഹബി സ്വഹാബിയ്യി ഇനി സ്വഹാബിയായ ഒരാളുടെ മദ്ഹബ് ആ മദ്ഹബിന് എതിരുണ്ടാവണം. ആ എതിര് ഇല്ലാതിരിക്ക ഷർത്തുണ്ട്, അതുമില്ല. സ്വഹാബിയായ ഒരാളുടെ മദ്ഹബ് ആ മദ്ഹബിനോട് എതിരാവണം, ആ എതിർ ഇല്ലാതിരിക്കണം, മുഖാലഫത്ത് ഇല്ലാതിരിക്കണം. അപ്പൊ എതിരാവൽ ഇല്ലാതിരിക്കണം എന്നുള്ളത് ഇവിടെ ഷർത്തുണ്ടോ? ഇല്ല. ആണ് മനസ്സിലാക്കുക, അത് വേണം. അപ്പോ സ്വഹാബിയുടെ മദ്ഹബിനോട് ഇല്ലത്ത് എതിരാവുക, അങ്ങനെ എതിരാവൽ ഇല്ലാതിരിക്കണം എന്നുള്ള ഷർത്തൊന്നും ഇവിടെ ഇല്ല. മുഖാലഫത്ത് എന്ന് പറയുന്ന മസ്തറിനെ മദ്ഹബ് എന്ന് പറയുന്ന ഇസ്മഫൂലിലേക്ക് ചേർത്തിട്ടാണ് അർത്ഥം. അപ്പൊ നമ്മൾ ഫായിലിനെ സങ്കല്പിച്ചു കൊടുക്കുക, ഇല്ലത്ത് എതിരാവുക എന്തിനോട്? സഹാബിയുടെ മദ്ഹബിനോട് എന്നർത്ഥം വെക്കുക. ഐ മുഖാലഫത്തുഹാ ലഹു അതാണ് ആ തഫ്സീർ. ഇല്ലത്ത് എതിരാവുക ലഹു സഹാബിയുടെ മദ്ഹബിനോട് എതിരാവുക എന്നുള്ളത് ഇല്ലാതിരിക്കണം എന്നുള്ളതൊന്നും ഷർത്തല്ല. ഒരു 2 ഷർത്ത് കഴിഞ്ഞു. ആ ഇല്ലത്ത് നമ്മള് തേടി പിടിച്ചെത്തുന്ന ഫർഅ ഉണ്ടല്ലോ, ആ ഫർഇൽ ഉണ്ടാവണം എന്നതുകൊണ്ടും ഖത്ഉ വേണോ? വേണ്ട. പിന്നെ എന്തും മതി. ബൽ യകിഫി അള്ളന്നു ബിദാലിക അതൊക്കെ അതിലുണ്ടെന്നുള്ളൊരു വിചാരം മതിയാകും. വബി ഹുക്മിൽ അസ്ലി അസ്ലിന്റെ ഹുക്മ കൊണ്ടും വിചാരമുണ്ടായാൽ മതി, ഉറപ്പൊന്നും വേണ്ട. എന്തുകൊണ്ട്? അന്നഹു നിശ്ചയമായിട്ടും ഈ വന്ന് വായത്തുൽ ഇജ്തിഹാദി ഫീമാ യുഖ്സദു ബിഹിൽ അമല് ചെയ്യുക എന്ന് കരുതപ്പെടുന്ന ഒരു കാര്യത്തിൽ ഗവേഷണത്തിന്റെ അങ്ങേയറ്റത്തെ മാർഗം വന്നാണ്. അതുണ്ടായാൽ മതി, യഖീനൊന്നും വേണ്ട. എങ്കിൽ ഇതിനെ എതിർക്കുന്ന ആള് വൽ മുഖാലിഫു എതിർക്കുന്ന ആള് കഅന്നഹു മുഖാലിഫ് യഖൂലു പറയുന്നത് പോലെയുണ്ട്. എന്താ പറയുന്നത്? അള്ളന്നു ലന്നി എന്ന് പറയുന്നത് യളുഅഫു അത് ദുർബലമാകും, അല്ലെങ്കിൽ യുളഅഫു അതിനെ ദുർബലമാക്കപ്പെടും. എന്തുകൊണ്ട്? ബി കസറത്തിൽ മുഖദ്ദിമാത്തി മുഖദ്ദിമകൾ അധികരിച്ചു വരൽ കൊണ്ട് എന്താകും? ദുർബലമാക്കപ്പെടും എന്ന് പറഞ്ഞതുപോലെയുണ്ട് ഈ പറഞ്ഞ മുഖാലിഫ് ഇതിനെതിർക്കുന്ന ആള്. അത് മതിയാകും എന്ന് പറയുമ്പോ പോരാന്ന് പറയാനുണ്ടല്ലോ അവിടെ. ഫറുബ്ബമായല്ലുമഹില്ലു അപ്പോ തെറ്റ എന്താവും അറിയാമോ? ആ ലന്ന് ആകെ നശിച്ചു പോവും, ആ ലന്ന് ആകെ ഇല്ലാതെയായി പോവും ചിലപ്പോൾ. അപ്പൊ ഫലായക്ഫി ഈ പറഞ്ഞ രൂപത്തിൽ തന്നെ മതിയാവുകയില്ല, യഖീൻ തന്നെ വേണ്ടേ എന്ന് വരും.
അമ്മാ മദ്ഹബ് സ്വഹാബി, ഇവിടെ സ്വഹാബിയുടെ മദ്ഹബ് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ സ്വഹാബിയുടെ മദ്ഹബാകുന്നത് ഫലൈസ ബിഹുജ്ജത്തിൻ, അത് ലക്ഷ്യമേ അല്ല. വഅലാ തഖ്ദീരി ഹുജ്ജിയ്യതിഹി, അല്ല ലക്ഷ്യമാണ് സ്വഹാബിയുടെ മദ്ഹബ് എന്ന അഭിപ്രായം സങ്കല്പിച്ചാൽ ഫമദ്ഹബുഹു, അപ്പോൾ സ്വഹാബിയുടെ മദ്ഹബ് അല്ലദീ, എങ്ങനത്തെ മദ്ഹബ്, ഖാലഫതുൽ ഇല്ലത്തുൽ മുസ്തംബതതു മിനൻ നസ്സ് ഫിൽ അസ്ലി. അസ്ൽ എന്ന് പറഞ്ഞാൽ അസ്ലിലുള്ളതായ, അസ്ലിൽ ഉള്ളതായ എന്ന് പറഞ്ഞാൽ അസ്ലിലുള്ളതായ നസ്സ, അസ്ലിലുള്ളതായിരിക്കുന്ന നസ്സിൽ നിന്ന് ഗവേഷണം ചെയ്തെടുത്ത ഇല്ലത്ത്, ആ ഇല്ലത്ത് ഈ സ്വഹാബിയുടെ മദ്ഹബിന് എതിരായി വന്നു. അങ്ങനെ വരുമ്പോൾ ഈ സ്വഹാബിയുടെ മദ്ഹബ് എന്തുകൊണ്ട് എതിരായി എന്നറിയാമോ? ബി അൻ അല്ലല, ആ സ്വഹാബി ഇല്ലത്താക്കിയത് ഹുവ ബിഗൈരിഹ, ഈ പറഞ്ഞ ഇല്ലത്ത് അല്ലാത്ത മറ്റേതൊരു ഇല്ലത്ത് കൊണ്ടാണ് ഇല്ലത്താക്കിയത്. എങ്ങനെയായിരിക്കും ആ സ്വഹാബിയുടെ മദ്ഹബിന് എതിരായി വരിക? ഇവിടെയുള്ള ഇല്ലത്തല്ല, മൂപ്പറ ഇല്ലത്ത് മറ്റൊരു ഇല്ലത്താണ്. ഇങ്ങനെ വരികയാണെങ്കിൽ ആ സുഹാബിയുടെ മദ്ഹബ് ഹുജ്ജത്താണ് സങ്കല്പിച്ചാൽ തന്നെ ഈ രൂപത്തിൽ മദ്ഹബ് യജൂസു ജായിസാകും അൻ യസ്തനിദ ഫീഹി, ആ സ്വഹാബി ആ ഈ ഇല്ലത്ത് അല്ലാത്തതിൽ ഇലാ ദലീൽ ആഖറ, മറ്റൊരു ലക്ഷ്യത്തിലേക്ക് ചാരൽ ജായിസായി വരും എന്നാണ് വരിക. എങ്കിൽ വൽ ഖസ്മു, ഇതിനെ എതിർക്കുന്ന ആള് യഖൂലു പറയും, അല്ലാഹിറു വെളിവായി കിട്ടുന്നത് ഇസ്തിനാദുഹു ഇലൻ നസ്സിൽ മദ്കൂർ, ഇവിടെ പറയപ്പെട്ട നസ് എന്താണോ അതേ നസ്സിലേക്കാണ് മൂപ്പര് ഈ വിധിയിലേക്ക് മൂപ്പര മദ്ഹബിന്റെ ഇസ്തിനാദ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഇവിടെ ഹുജ്ജിയ്യത്തല്ല എന്ന് പറഞ്ഞത്. ഹുജ്ജത്താണ് സങ്കല്പിച്ചാൽ എങ്ങനെയും. അമ്മൻ ദിഫാഉൽ മുആരിദി ലിൽ ഇല്ലത്തി ബിമഅനൽ ആതി ലഹു, മുആരിദിന് ശേഷം ഒരു അർത്ഥം വരുന്നുണ്ട്. ആ അർത്ഥപ്രകാരത്തിൽ ഇല്ലത്തിനോട് എതിരാവൽ ഇല്ലാതിരിക്കുക എന്നുള്ളത് ഫമബിനിയുൻ അല തഅലീലി ബിഇല്ലത്തൈനി, രണ്ട് ഇല്ലത്ത് കൊണ്ട് ഒരു ഹുക്മിന് ഇല്ലത്ത് പറയാം എന്നതിന്റെ മേൽ എടുത്തുകൊണ്ടാണ് ഇല്ലത്തിന് എതിരാകുന്നത് ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞത്. നമ്മൾ പറയുകയാണ് എങ്കിൽ എന്ത് യജൂസു ജായിസ് ആകും, വഹുവ ഈ ജായിസാകും, രണ്ട് ഇല്ലത്ത് കൊണ്ട് ഇല്ലത്ത് പറയാം എന്നുള്ളത് റയ്യുൽ ജുംഹൂരി, ബഹുഭൂരിഭാഗം പണ്ഡിതന്മാർ വജവ്വദൽ ജുംഹൂർ എന്ന് പറഞ്ഞല്ലോ, ആ അഭിപ്രായം ആണല്ലോ. ആ അഭിപ്രായ പ്രകാരം തന്നെ ജായിസാണെന്ന് നമ്മൾ പറഞ്ഞാൽ അത് മുമ്പ് പറഞ്ഞു പോയിട്ടുമുണ്ട്. അങ്ങനെ വരുമ്പോൾ ഫലാ യുസ്തറത്തു ഇന്ദിഫാഉഹു, അപ്പോൾ ഇല്ലത്തിനോട് എതിരാകുന്നത് ഇല്ലാതിരിക്കൽ ഷറത്താണെന്ന് വരികയില്ല. ഇല്ല അല്ല ഇല്ലാതിരിക്കൽ. അപ്പൊ അങ്ങനല്ലെങ്കിൽ രണ്ട് ഇല്ലത്ത് കൊണ്ട് ഇല്ലത്ത് പറയാൻ പറ്റൂല എന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ പറയും യുസ്തറത്തു, അപ്പൊ പിന്നെന്ത് വേണ്ടി വരും? ആ മുആരിദ് ഇല്ലാതിരിക്കൽ ഷറത്താണെന്ന് വരും. വൽ മുആരിദു ഹുന, എന്നാൽ മുമ്പ് പറഞ്ഞതുപോലെയല്ല ഇവിടെയുള്ള മുആരിദ്. ബിഖിലാഫിഹി, ഈ മുആരിദ് എതിരായതിന് നേരെ എതിരായി ഇവിടെ ഫീമാ തഖദ്ദമ, മുമ്പ് പറഞ്ഞോടത്തൊരു മുആരിദ് ഉണ്ട്. മുനാഫി മുആരിദ് കൂട്ടി പറഞ്ഞല്ലോ, ആ മുആരിദ് അല്ല ഇവിടുത്തെ മുആരിദ്. ഇവിടുത്തെ മുആരിദ് എന്താ? ഹൈസു ഉസിഫ ബിൽ മനാഫി, മനാഫി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വിശേഷണം നൽകപ്പെട്ട ഒരു മുആരിദ് ഉണ്ട്. ആ മുആരിദ് അല്ല ഇവിടെ. ഇവിടുത്തെ മുആരിദ് വസ്ഫുൻ സാലിഹുൻ ലിൽ ഇല്ലിയ്യ, ഇല്ലത്ത് ആവലിന് പറ്റുന്ന വസ്ഫാണ് ഇവിടുത്തെ മുആരിദ്. ഏതുപോലെയൊക്കെ സ്വലാഹിയത്തിൽ മുആറളി, മുആരിദ് അല്ല മുആറള് എന്ന് വായിക്കണം. റായിന് 10 കൊടുത്തിട്ട് മുആറള്. ആ മുആറള് നന്നാകുന്നത് പോലെ ഇല്ലത്താവലിന് ഇല്ലത്താവാൻ മുആരിദ് പറ്റുന്നത് പോലെ തന്നെ മുആരിദും ഇല്ലത്താവാൻ പറ്റും. വഇല്ലം യകുൻ മിസ്ലഹു, വഇല്ലം യകുൻ ആ മുആരിദ് മിസ്ലഹു, മുആരിദ് പോലെ ആയിട്ടില്ല എങ്കിലും, മുആരിദ് പോലെ മുആരിദ് ആയിട്ടില്ലെങ്കിലും ഇല്ലത്താവാൻ മുആരിദും എന്താവാൻ പറ്റും.
മിൻകുല്ലി വജ്ഹിൻ എല്ലാ വജ്ഹ് നോക്കിയാലും പറ്റും എന്നത് യാതൊരു കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. വൈറു മുനാഫിൻ അങ്ങനെ പറ്റുന്നതായ മുആരിദ് അത് എതിരാവുന്നതാണ്. മുനാഫി നഫി ചെയ്യാത്തതല്ല, മുനാഫി എതിരാവാത്തതാണ്. ബിൻ നിസ്ബത്തി ഇലൽ അസ്ലി അസിലേക്ക് ചേർത്തി നോക്കുമ്പോൾ അതെന്താണ്? എതിരാവാത്തതാണ്. വലാകിൻ എങ്കിലും യഊറുൽ അംറു കാര്യം ചെന്നു കൂടുന്നത് ഇലൽ ഇഖ്തിലാഫി ബൈനൽ മുതനാദിറൈനി ഫിൽ ഫർഇ ഫർഇന്റെ കാര്യത്തിൽ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടാളുകൾക്ക് ഇടയിൽ അഭിപ്രായ വ്യത്യാസത്തിലേക്ക് കാര്യങ്ങൾ ചെന്നുകൂടും, അങ്ങനെ ഉണ്ടാവുക എന്നല്ലാതെ അസിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ മുനാഫിയൊന്നുമില്ലാത്ത ഇല്ലത്താവാൻ പറ്റുന്ന മുആരിദ്. അതിന് ഉദാഹരണം നമുക്ക് നോക്കാം. തുഅമി മാൽ കൈലി ഫിൽ ബുർറി ഗോതമ്പത്തിൽ രണ്ട് ഇല്ലത്തുണ്ട്. ഒന്ന് കൈലാണ്, തുഴവുമാണ്. ഗോതമ്പം എന്ന് പറയുന്ന സാധനം ഭക്ഷിക്കുക, അളന്നു കൊടുക്കുക, ഇങ്ങനെ രണ്ട് ഇല്ലത്തുണ്ട്. ഫകുല്ലും മിൻകുമ അപ്പോൾ ഇവ രണ്ടിന്നുള്ള എല്ലാം തുഅമ് അതുപോലെ തന്നെ കൈല് സ്വാലിഹുൽ ഇല്ലിയത്തിൽ റിബ ഫീഹി ബുർറിൽ റിബ വരാനുള്ള ഇല്ലത്ത. കൈരി എന്ന ഇല്ലത്ത് വെച്ചാലും പറ്റും, തുഅമി എന്ന ഇല്ലത്ത് വെച്ചാലും ബുർറിനെ സംബന്ധിച്ചിടത്തോളം റിബ വരാൻ പറ്റുന്ന ഇല്ലത്ത. എങ്കിൽ ഇത് രണ്ടും ലാ യുനാഫിൽ ആഖറ മറ്റൊന്നിനോട് എതിരാവുന്നില്ല. ബിൻ നിസ്ബത്തി ഇലൈഹി ബുർറിലേക്ക് ചേർത്തി നോക്കുമ്പോൾ തുഅമിനോട് കൈലോ കൈലിനോട് തുഅമോ എതിരായി വരുന്നു, അതല്ല ഇത്. അങ്ങനെയാണ് എങ്കിൽ പോലും വലാകിൻ യഊറുൽ അംറു ഇവിടെ കാര്യം ചെന്നുകൂടുക ഇൽ ഇഖ്തിലാഫി ബൈനൽ മുതനാദിറൈനി തർക്കിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് ആളുകൾക്കിടയിലുള്ള ഇഖ്തിലാഫിലേക്ക. എന്ത് കാര്യത്തിൽ? ഫി തുഫാഹി ആപ്പിൾ എന്ന് പറയുന്ന ഫർഇന്റെ സാധനം അതിനെ ഖിയാസാക്കി എടുക്കുകയാണ് ബുർറിന്റെ മേൽ. അങ്ങനെ എടുക്കുമ്പോൾ തുഫാഹിൽ നിബവി വരണം. അവിടെ വരുന്ന ഇല്ലിയത്തിൽ തർക്കമുണ്ട്. രണ്ടുപേരും തർക്കിക്കുമ്പോൾ എതിരാണ്. അസിന് കുഴപ്പവുമില്ല. മസല തുഫാഹ് ഒരു ഉദാഹരണം പറഞ്ഞതാ. ഫഇന്ദന നമ്മുടെ അടുക്കൽ തുഫാഹ് നിബവിയുൻ അത് നിബവിയായത് കൽ ബുർറി ഗോതമ്പ് പോലെയാണ്. നിബവി എന്ന് പറഞ്ഞത് ഇല്ലത്തി തുഅമ് അത് ഭക്ഷിക്കുക എന്നൊറ്റ കാരണം കൊണ്ട്, തുഅമാവുക എന്ന കാരണം കൊണ്ടാണ്. എങ്കിൽ നമുക്ക് ഇതിൽ തർക്കിക്കുന്ന ആളുടെ അടുക്കൽ തുഅമല്ല. അൽ മുആനു ബി അന്നൽ ഇല്ലത്ത അൽ കൈൽ കൈൽ എന്ന് പറയുന്നത് ആ ഇല്ലത്ത് പിടിച്ചു. കൈൽ എന്ന് പറയുന്ന ഇല്ലത്ത് പിടിക്കുമ്പോൾ അവരുടെ തർക്കത്തിന്റെ ഇല്ലത്ത് അതാണ്. തുഅമൽ വിട്ടു. ലൈസ ബി റിബവിയൻ അപ്പൊ എന്തല്ല തുഫാഹ് റിബവിയല്ലാതെ കൈല് വെച്ച് നോക്കുമ്പോൾ പറയും. കാരണം ലിന്തിഫായിൽ കൈലി ഫീഹി തുഫാൽ കൈലി ഇല്ല. അതുകൊണ്ട് തന്നെ ഓ കൊല്ലും മിൻകുമ അപ്പോ തർക്കിച്ചു കൊണ്ടിരിക്കുന്ന ഈ രണ്ടാളുകള് ഇവ രണ്ടിൽ എല്ലാവരും യഹ്താജു ആവശ്യമായി വരുന്നുണ്ട്. ഫീ സുബൂത്തി മുദ്ദഅഹു ഓരോരുത്തരും അവർ വാദിക്കുന്നതായ കാര്യത്തെ സ്ഥിരപ്പെടുത്തുവാൻ. തുഫാഹിൽ നിബവി ഉണ്ടെന്ന് സ്ഥിരപ്പെടുത്തുവാൻ അത് പറയുന്ന ആള്, നിബവി ഉണ്ടെന്ന് പറയുന്ന ആൾക്ക് സ്ഥിരപ്പെടുത്തണം. മറ്റൊരു നിബവി ഇല്ല എന്നുള്ളതാണ്. ഇങ്ങനെ വരുമ്പോൾ പിന്നെ അനിൽ വസ്ഫൈനി രണ്ട് വസ്ഫ, ഒന്ന് തുഅമ് ഒന്ന് കൈല്, ഇവയിൽ നിന്ന് ഏതെങ്കിലും ഒന്നിൽ നിന്ന് വാദിക്കുന്നു. ആ വാദത്തെ സ്ഥിരപ്പെടുത്തുന്നതിൽ ആവശ്യമാകും. എന്തിലേക്ക്? ഇലാ തർജീഹി അലൽ ആഖർ ഇതിനെ മറ്റൊന്നിനേക്കാൾ റാജിയാക്കലിലേക്ക് ആവശ്യമായി വരുന്നുണ്ട്. ഇങ്ങനെ ആവുമ്പോൾ എന്താകും? ഇതാണ് ഇവിടുത്തെ മുആരിദിന്റെ ഉദ്ദേശം. ഇങ്ങനത്തെ മുആരിദ് ഇല്ലാതെയാവൽ എന്ന് പറഞ്ഞു. വലാ യൽസമുൽ മുഅ്തരിള ഞാൻ ഇഅ്തിറാദ് നടത്തിയ ആൾക്ക് ലാസിമുണ്ടോ നഫീൽ വസ്ഫില്ലദി ആറള ബിഹി എന്തുകൊണ്ടാണോ അയാൾ എതിർത്തത് എങ്കിൽ ആ എതിർക്കുന്ന ഒരു വസ്ഫ് ഇല്ല എന്ന് മുഅ്തരിള് നിർബന്ധമൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ ബയാനു ഇന്തിഫായിഹി ആ വസ്ഫ് ഇല്ല എന്നതിനെ വ്യാഖ്യാനിക്കാനൊന്നും ആർക്ക് നിർബന്ധമില്ല? മുഅ്തരിളിന് നിർബന്ധമില്ല. എന്തിനെ തൊട്ട്? അനിൽ ഫർഇ ഫർഇനെ തൊട്ട് അങ്ങനെ ഒരു സിഫത്ത് ഇല്ല, വസ്ഫ് ഇല്ല എന്ന് ഇഅ്തിറാദ് നടത്തുന്ന ഒരാൾക്ക് നിർബന്ധമൊന്നുമില്ല മുത്ലഖൻ നിലക്ക്. എന്തുകൊണ്ട്? ലിഉസൂലി മഖ്സൂദി അയാളെ മഖ്സൂദ് ഹാസിലായല്ലോ. അതെന്താ? മുസ്തദില്ലു അൽ ഇല്ലത്ത ഇല്ലത്തായിട്ട് പറയുന്ന ഒരാളുണ്ടാവും ഇവിടെ. അപ്പൊ ലക്ഷ്യം പിടിക്കുന്ന ആൾ കൊണ്ടുവന്നൊരു ഇല്ലത്തിന്റെ ഇവിടെ. ആ ഇല്ലത്തിന് ഈ ഇത്രാദ് ചെയ്യുന്ന ആൾ പൊളിച്ചു വിടല. ആ പൊളിക്കലാണ് അയാൾ ലക്ഷ്യം. അതുണ്ടായല്ലോ.
ബി മുജറദിൽ മുആറളത്തി, അത് എതിർക്കുക മാത്രം കൊണ്ട് തന്നെ ഉണ്ടായതല്ലേ, പിന്നെന്തിനാണ് ആ വസ്തുവിനല്ലാതെ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ലല്ലോ. വക്കീല പറയപ്പെട്ടിട്ടുണ്ട് യൽസമുഹു ദാലിക, അത് വ്യാഖ്യാനിക്കൽ നിർബന്ധമാണ്, അത് വ്യാഖ്യാനിക്കണം, മുത്തലക്കം നൽകി വ്യാഖ്യാനിക്കണം. എന്താ കാരണം? ലി യുഫീദ, ആ വ്യാഖ്യാനിക്കുന്നത് ഫലം വെപ്പിക്കണം, മനസ്സിലാക്കി തരണം. ഇന്തിഫാലുക്കിമൽ ഫർഇ അല്ലദീ ഹുവൽ മഖ്സൂദ്, ഫർഇനെ കുറിച്ചുള്ള വിധി ഉണ്ടാക്കലാണ് അവിടെ ലക്ഷ്യം. ആ ഹുക്ം ഇവിടെ ഇല്ലാതെയാവണമെങ്കിൽ മുഅ്തരിദ് ആ കാര്യം അവിടെ ഇല്ല എന്ന് വ്യക്തമാക്കൽ നിർബന്ധമാണ് എന്നാണ് അഭിപ്രായം. സാലിസുക, ഇനി മൂന്നാമത്തെ അഭിപ്രായം പറയാനുള്ളത് മുത്ലഖൻ നൽകി ലാസിമില്ല എന്നല്ലേ. യൽസമുഹു ദാലിക, ആ നഫിയുൽ വസ്ഫ് എന്ന് പറഞ്ഞാൽ ബയാനുൻ ദിഫാ, അതിനെ വിശദീകരിക്കുവൽ ആർക്ക് നിർബന്ധം? മുഅ്തരിദിൽ നിർബന്ധമാണ്. ഇൻ സ്വറഹ ബിൽ ഫർഖി, ഫർക്ക് കൊണ്ട് മുഅ്തരിദ് വ്യക്തമായി പറഞ്ഞാൽ. എങ്ങനെ? ബൈനൽ അസ്ലി വൽ ഫർഇ, ഫർഇന്റെയും അസ്ലിന്റെയും ഇടയിൽ ഫിൽ ഹുക്മി, ഹുക്മിൽ വ്യത്യാസമായി പറഞ്ഞു. അങ്ങനെ വ്യത്യാസപ്പെടുത്തിക്കൊണ്ട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ മുഅ്തരിദ് ആ കാര്യം വ്യക്തമായി പറയ നിർബന്ധമാണ്. എന്നറിയാമോ? ലാ റിബാവി തുഫാഹി, ആപ്പിളിൽ പലിശയില്ല. ബിഖിലാഫിൽ ബുർരി, ഗോതമ്പിന് എന്ത്? അപ്പൊ ഗോതമ്പിൽ പലിശയുണ്ട്, തുഫാഹിൽ പലിശയില്ല. ബുർറി എന്ന് പറയുന്ന അസലും തുഫ എന്ന് പറയുന്ന ഫറുഅമാണ്. ഇത് രണ്ടിന്റെയും ഇടയിൽ ഫർക്ക് പറഞ്ഞു അയാൾ. എന്നിട്ട് ആറല ഇല്ലിയത്ത തുഅമ് ഫീഹി, തുഫാഹിൽ എന്ത് പറഞ്ഞു എന്നറിയാമോ? തുഅമ് ഇല്ലത്താവുക എന്നതിനെ ഇയാൾ എതിർക്കുകയും ചെയ്തു. എന്നാൽ എന്താണ് കാരണം? ബിൽ ഫർഖി, അയാൾ ഇവിടെ വ്യത്യാസമാക്കി വ്യക്തമാക്കി പറഞ്ഞല്ലോ. ഇങ്ങനെ ഈ മുഅ്തരിദ് വ്യക്തമാക്കൽ കൊണ്ട് ഇൽതസമഹു, അതിനെ വിശദീകരിക്കലിനെ അയാൾ ഏറ്റെടുത്തു. വഇല്ലം ജൽസംഹു ഇബ്തിദാഅൻ, തുടക്കത്തിൽ തന്നെ അയാൾക്ക് നിർബന്ധമില്ല എങ്കിലും, അപ്പോ നിർബന്ധമില്ലെങ്കിലും ഇപ്പോൾ ഏറ്റെടുത്തില്ലേ, അപ്പൊ പറയണം ബിഖിലാഫി മാ ഇദാ ലം യുസദ്ദിഹ് ബിഹി, ഫർക്ക് കൊണ്ട് ഈ മുഅ്തരിദ് വ്യക്തമായി പറഞ്ഞിട്ടില്ല എങ്കിൽ അതിനെതിരെ, അപ്പൊ അവിടെ കുഴപ്പമില്ല, അപ്പൊ വേണ്ട, അല്ലെങ്കിൽ വേണം. അപ്പൊ സർറ തസ്രീ ഉണ്ടെങ്കിലാണ് വേണ്ടത്. വലാ യൽസമുഹു ഐദൻ, നമ്മള് നഫിയുൽ വസ്ഫ് മുഅ്തരിദ് നിർബന്ധമില്ല എന്ന് പറഞ്ഞില്ലേ, എന്നതുപോലെ തന്നെ മുഅ്തരിദ് നിർബന്ധമാകൂല ഇബ്ദാഉ അസ്ലിൻ, ഒരു അസ്ലിന്റെ വെളിവാക്കല്. എങ്ങനത്തെ അസ്ല്? യഷ്ഹദു, ഈ അസ്ല് അയാൾക്ക് തെളിവാവും. ലിമാ ആറല്ല ബിഹി, ഏതൊന്നുകൊണ്ടാണോ ഇയാൾ എതിർക്കുന്നതെങ്കിൽ അതിന് തെളിവായി വരുന്നൊരു അസ്ല്. ആ അസ്ലിനെ എന്ത് ചെയ്യുക? വെളിവാക്കണം നിർബന്ധമുണ്ടോ? ഇല്ല. ബിൽ ഇഅ്തിബാരി, തെളിവാവൽ അതിനെ പരിഗണിക്കൽ കൊണ്ടാണ്. അപ്പൊ അതിനെ വെളിവാക്കൽ നിർബന്ധമൊന്നുമില്ല. അവിടെ അഭിപ്രായ വ്യത്യാസമുണ്ട്. മുഖത്താറായ അഭിപ്രായ പ്രകാരമാണ് നിർബന്ധമില്ല എന്ന് പറഞ്ഞത്. വക്കീല പറയപ്പെട്ടിട്ടുണ്ട് യൽസമുഹു ദാലിക, ആ അസ്ലിനെ വെളിവാക്കൽ മുഅ്തരിദിൽ നിർബന്ധമാണ്. ഹത്താ തുഖ്ബല മുആറളതുഹു, അദ്ദേഹം എതിർക്കുന്ന മുആറളയുണ്ടല്ലോ, അത് സ്വീകരിക്കപ്പെടാൻ വേണ്ടി അത് നിർബന്ധമാണ്. അപ്പൊ എങ്ങനെയൊക്കെ? അയ്യഖൂല, അവൻ പറയും പോലെ അൽ ഇല്ലത്തു ഫിൽ ബുർറി, ഗോതമ്പത്തിലുള്ള ഇല്ലത്തു തുഅമാണ്. നൂറിൽ കൂത്തി, കൂത്തല്ല, കൂത്ത് ഇല്ലത്തല്ല, തുഅമാണ് ബുറുള്ള ഇല്ലത്ത്. അതിനെ പറഞ്ഞ എങ്ങനെ എതിർത്തുകൊണ്ട് ബിദരിൽ മിൽഖ്, മിൽഖ് എന്ന് പറയുന്നത് വെച്ചു. മിൽഖ് എന്താണ്? കൂത്തല്ലല്ലോ, മിൽഖ് കൂത്തല്ല എന്ന ദലീൽ വെച്ചിട്ട് പറയുന്നു ബുർറ് കൂത്തല്ല, തുഅമാണ് എന്ന്. അങ്ങനെ വരുമ്പോൾ തുഫാഹു, അപ്പോൾ തുഫാഹ് മസലൻ, ആപ്പിൾ എന്ന് പറഞ്ഞത് ഒരു ഉദാഹരണം പറഞ്ഞത്, അത് രിബവിയുമാണ്. ഇവിടെ ഇയാൾക്ക് എന്ത് ചെയ്തു? അസിലിനെ വെളിവാക്ക് നിർബന്ധമായി വന്നു. അസിലിനെ വെളിവാക്ക് നിർബന്ധമായി വരാൻ കാരണം എന്താ? ഇയാൾ ഇവിടെ ബുറിനിട്ടു, ബുറ് എന്ന് പറഞ്ഞ് തുഴമാണ് ഇല്ലത്താക്കിയത്, കൂത്തൊഴിവാക്കി. ഇവിടെ അതിന് ദലീല് പറഞ്ഞത് മിൽഹാണ്. എന്നിട്ട് തുഴമ്പ് എന്ന് വെക്കുമ്പോൾ തുഫ എന്താ? രിബവിയാണ്. ഇങ്ങനെയാണ് പറഞ്ഞത്. ഈ രൂപത്തിൽ അയാൾ എതിർത്തു. അങ്ങനെ എതിർത്ത് വരുമ്പോൾ അതിനെ പരിഗണിക്കുമ്പോൾ അത് വ്യക്തമാക്കി തരേണ്ടയാള് എന്നാണ് തീല. ഓർ ഉദ്ദഹാദൽ ഖൗലു, ഈ പറഞ്ഞ ഖൗലിനെ തട്ടപ്പെട്ടു. എന്തുകൊണ്ട്? ബി അന്ന മുജറദൽ മുആറളതി, മുആറള എന്ന് പറയുന്നത് ബിൽ വസ്ഫി സ്വാലിൽ ഇല്ലിയതി, ഇല്ലത്ത് ആവലിന് പറ്റുന്ന ഒരു വസ്ഫ്, അത്തരം വസ്ഫ് കൊണ്ടുള്ള എതിർപ്പ് മാത്രം തന്നെ കാഫി മതിയായതാണല്ലോ. ഫീ ഉസൂൽ മഖ്സൂദ് മിൻ ഹദബി,
മുസ്തദില് കൊണ്ടുവന്ന ഇല്ലത്തിനെ പൊളിക്കലാണല്ലോ ലക്ഷ്യം. ആ ലക്ഷ്യം കിട്ടാൻ അത് പോരെ, പിന്നെ എന്തിനാ ഇയാളത് ഏറ്റെടുത്ത് നിർബന്ധമാക്കേണ്ട ആവശ്യം ഇല്ലല്ലോ എന്ന്. ഒരു മുസ്തദില് ഇന്ന് മുആറള നടത്തുന്ന മുഅ്തരിദിന് ഇത് നിർബന്ധമൊന്നുമില്ല എങ്കിൽ ഇവിടെ മുസ്തദിലിന് ഉണ്ട്. അതായത് ലക്ഷ്യമാക്കുന്ന ആൾക്കൊണ്ട് അദ്ദഫു തടുക്കല് എന്ന് പറഞ്ഞാൽ മുആറളത്തി ഇയാൾ കൊണ്ടുവരുന്ന മുആറളയെ എതിർപ്പിനെ തടുക്കല് ബി ഔജുഹിൻ പല വിധേന തടുക്കാം. ഒന്ന് ബിൽ മൻഇയ്യ എന്ന് പറഞ്ഞാൽ ഐ മൻഇ വജൂദിൽ വസ്ഫിൽ മുആറള ബിഹി ഫിൽ അസ്ലി. ഇയാൾ അസ്ലിൽ പറഞ്ഞതായ ഒരു മുആറളയുണ്ടല്ലോ, ആ മുആറളയായ വസ്ഫ് അസ്ലിൽ ഉണ്ടായിട്ടില്ല, അത് ഉണ്ടാവാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞ് തടുക്കുക. കായ്യക്കൂല മുസ്തദില് പറയുക ഫീ ദഫ്ഇ മുആറത്തിൽ കൂത്തി കൂത്തിന് മുആറള ചെയ്യുക. എങ്ങനെ? ബിൽ കൈലി കൈല് കൊണ്ട് ഫീ ഷൈഇൻ ഒരു വസ്തുവിൽ. ഒരു വസ്തുവിന് എന്തെന്ന് പറയുമ്പോൾ കൂത്താണ്, ആ കൂത്തിനെ മുആറള ചെയ്തു. ആ കൂത്തിനെ മുആറള ചെയ്തത് കൈല് കൊണ്ടാണ്. അപ്പൊ അവിടെ കൂത്തില്ല കൈലാണെന്ന് പറഞ്ഞു. ഇങ്ങനെ കൈല് കൊണ്ട് കൂത്തിനെ മുആറള ചെയ്താൽ ഇനി ഈ മുആറളയെ തടുക്കണം. അതിന് മുസ്തദില് പറയുക ആള് കാണിച്ചേക്കൽ ജൗസി തേങ്ങ പോലെ. ജൗസില് എന്താണ്? കൂത്തല്ല കൈലാണ് എന്ന് പറഞ്ഞു. ഈ കൈലാണ് എന്ന് പറഞ്ഞ് മുആറള കൂത്തിനെ നടത്തിയപ്പോൾ അതിന് മറുപടി ലാ നുസല്ലിമു നമ്മൾ സമ്മതിക്കുകയില്ല. എന്ത്? ഇന്നഹു നിശ്ചയമായിട്ടും ജൗസ് മക്കിയിലാണ് എന്നുള്ളത് നമ്മൾ സമ്മതിക്കൂല. നിങ്ങൾ പറഞ്ഞൊരു വസ്തു മക്കി ജൗസ് പോലത്തെ മക്കിയിലാണ് കൂത്തല്ല എന്നല്ലേ, മക്കിയിലാണെന്നുള്ളത് നമ്മൾ സമ്മതിക്കൂല. കാരണം ഇബറത്ത് കാര്യമാക്കല് ആദത്തി സബരിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി തങ്ങളുടെ കാലഘട്ടത്തിൽ ആ വസ്തുവിന്റെ നിലപാടിന് പതിവന്നോ അതാ നമ്മൾ നോക്കുക. മൗസൂനൻ ഓ മഅദൂദൻ, അത് മൗസൂനാണോ മഅദൂദാണോ അത് വെച്ചിട്ടേ നമ്മൾ സംസാരിക്കുന്നുള്ളൂ. അല്ല നിങ്ങൾ കൂത്തിനെ എതിർത്തുകൊണ്ട് കയ്യിൽ കൊണ്ടുവന്നാൽ ഇതിൽ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ സമ്മതിക്കുകയില്ല എന്ന് മറുപടി പറഞ്ഞിട്ട് മന്നയ്യ. ഒന്നത് ഒൽക്കത് മറ്റു രൂപത്തിൽ മോശമാണ് ഇല്ലിയത്ത് ഫീ ഇല്ലിയത്തിൽ വസ്ഫിൽ മുആറള ബിഹി മുആറള ബിഹി ആയിരിക്കുന്ന ഒരു വസ്ഫ്, ആ വസ്ഫ് ഇല്ലത്താവുക എന്നതിൽ മോശമാണ്. അതെങ്ങനെയാണ് മോശമാണെന്ന് പറയുന്നത്? ബയാനി ഖഫായി അതിലുള്ള നിഗൂഢതകൾ വെളിവാക്കിക്കൊണ്ട് മോശമാക്കുക. അല്ലെങ്കിൽ ആ അതുമി ഉള്ളിബാത്തിഹി അതൊരു ഇല്ലത്തായി കൊണ്ടുവരുവാൻ മനസ്സിലാക്കി തരാൻ പറ്റുന്ന രൂപത്തിൽ ക്ലിപ്തമായിട്ടില്ല എന്ന് പറയാ. ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചുകൊണ്ട് കൊണ്ടുവന്ന ഇല്ലത്തെന്താണ്? ഇത് മോശമാണെന്ന് പറയാ. വബിൽ മുതാലബത്തിൽ മുഅ്തരിദി ഇനി മുഅ്തരിദിനോട് തേടിക്കൊണ്ടും തടുക്കാം. എങ്ങനെ? തഅ്സീരി ഇത് ഫലം വരുത്തുന്നത് കൊണ്ട് തേടണം. അവിശബഹി ഷിബ് അല്ലെങ്കിൽ എന്താ ലിമ അറബി ഇയാൾ എതിർത്ത ഒന്നിനോട് തുല്യമാവുക അല്ലെങ്കിൽ തഅ്സീർ. ഇത്തരം കാര്യം കൊണ്ട് മുഅ്തരിദായ ആളോട് മുസ്തദില് തേടുക, എന്നിട്ട് തടുക്കണം. ഇല്ലം യകുൻ ദലീൽ മുസ്തദില്ലി അൽ ഇല്ലിയത്തി ദലീല് കൊണ്ടുവരുന്ന ആളുടെ ലക്ഷ്യം ഇല്ലിയത്തിന്റെ മേലിൽ ആയിട്ടില്ല, സബറായിട്ടില്ല. സബറാക എന്ന് പറഞ്ഞാൽ ഉദ്ദേശം ബി അങ്കാന ആ ദലീല് മുനാസിമൻ ഒന്നിരിക്കൽ യോജിക്കുന്നതാവണം. ഔ ഷിബ്ഹൻ അല്ലെങ്കിൽ എന്താ തുല്യമായതായിരിക്കണം. ഇങ്ങനെ വരിക സിബർ. ഈ സിബറായിട്ടില്ല മുസ്തദിന്റെ ദലീല് എങ്കിൽ എന്തു വേണം? മുഅ്തരിദിനോട് തഅ്സീറോ ശബഹോ ഉള്ളത് കൊണ്ടുവരാൻ പറയണം. അത് തേടുക. എന്തിനു വേണ്ടി? തഹസ്സുന മുആറദത്തു ശൈഇ ഒരു വസ്തുവിനെ എതിർത്തു മിസ്ലി അതുപോലത്തതുകൊണ്ട് എതിർത്ത് കഴിഞ്ഞാൽ ആ മുആറദ ഉണ്ടാവണമെങ്കിൽ അത് കൊണ്ടുവരണം. ബിഖിലാഫി സബർ സബർ എന്നതിന് എതിരായിട്ട് ഫമുജറദുൽ ഇഹ്തിമാൽ അവിടെ സാധ്യത എന്ന് മാത്രം വെച്ചാൽ ഖാദിഉ ഫീഹി അത് ഇല്ലത്താവുക എന്നൊരു മോശമാണല്ലോ. അതുകൊണ്ട് അങ്ങനെയാണ് വിഷയം. ഇങ്ങനെ മൂന്നാലൊരു വഴി കൂടെ തേടുക. മുസന്നിഫിവിടെ വബിൽ മുതാലബത്തി എന്ന് ബായന മടക്കി കൊണ്ടുവന്നു. അതെന്തിനാ? ഈ ഷറത്ത് മടങ്ങലിനെ തോന്നിപ്പിക്കും. ഇലാ മാ ഖബില മദ്ഖൂലിഹ മഅഹു ബാഇന്റെ മദ്ഖൂലിന്റെ മുമ്പ് മദ്ഖൂലോടൊപ്പം ബാഉം ബാന്റെ മദ്ഖൂലും അതുള്ളതിന്റെ മുമ്പ് തന്നെ ഉള്ളൊരവസ്ഥ അതിലേക്ക് ഈ ഷർത്ത് മടങ്ങിപ്പോകുമെന്ന് തോന്നിക്കുന്നുണ്ട് ഇബാറത്ത്. ഒൽ മുതാലബത്തി ഇട്ടാൽ പ്രശ്നമാണ്. അതുകൊണ്ട് ബാര മടക്കിയിട്ട് ഒബിൽ മുതാലബത്തി എന്ന് പറഞ്ഞു അപ്പൊ ഇല്ലാതാക്കാൻ. ഒമിൻ അംസിലത്തിഹി ഈ പറഞ്ഞതിന്റെ ഉദാഹരണത്തിൽപ്പെട്ടതാണ്
തേടുക എന്ന് പറഞ്ഞല്ലോ. അയ്യുഖാലിമൻ ആർദൽ കൂത്താബിൽ കൈലി, ഭക്ഷണം എന്ന് പറയുന്ന ഇല്ലത്ത് മുസ്തദില് കൊടുത്തപ്പോൾ മുആരിദ് എന്ന് മുഅ്തരിദ് എന്ന് കാട്ടി കയ്യിലാണെന്ന് പറഞ്ഞ് എതിർത്തു. അങ്ങനെ എതിർത്ത ആളോട് ചോദിക്കുക, ലിമ ഖുൽത, നീ എന്തിനാ അത് പറഞ്ഞത്? ലിമ ഖുൽത, നീ എന്തിനത് പറഞ്ഞു? ഇന്നൽ കൈല മുഅസ്സിറുൻ, കൈല് മുഅസ്സിറാണ് എന്ന് പറഞ്ഞതിന് വേണ്ടി. എന്തിനാ കൈല് മുഅസ്സിറാണെന്ന് പറഞ്ഞത് ചോദിച്ചു. ഇങ്ങനെ ചോദ്യം ചോദിക്കുക എന്നർത്ഥം. അപ്പൊ കയ്യില് മുഅസ്സിറാണ് എന്നല്ലേ നീ പറഞ്ഞത്? അങ്ങനെ വരുമ്പോൾ പിന്നെ അവന് മറുപടി എന്ത് കൊടുക്കണം? ദലീലി, ലക്ഷ്യം നിരത്തിയിട്ടത് മുഅസ്സിറാണ് എന്ന് ഇവൻ വിശദീകരിച്ചു കൊടുക്കണം. അത് കൊണ്ടാന്ന് പറയണം. അതന്നെ അതായത് ഏതൊന്നുകൊണ്ടാണോ ഇത്രാ നടത്തിയതെങ്കിൽ ആ ഇത്രാ നടത്തപ്പെടാത്ത മറ്റു വസ്തുക്കളൊക്കെ ഉണ്ടല്ലോ, അതല്ലാത്തതെന്ന് പറഞ്ഞാൽ അതാണ്. അതല്ലാത്തതൊക്കെ തനിച്ചു നിൽക്കുന്നു എന്ന ബയാൻ കൊണ്ടും തേടണം. ഫീ സൂറത്തിൻ, ഒരു രൂപത്തിൽ, വലോക്കാരൽ ബയാനോ, ബയാനാണെങ്കിൽ ബിലാഹിൻ ആമിൻ, ആമായ ലാഹിർ കൊണ്ടാണ് ബയാനുള്ളത് എങ്കിൽ പോലും ഒരു രൂപത്തിൽ എന്ത് വേണം? ഈ പറഞ്ഞതായി ഇത്ര ചെയ്യപ്പെടാത്ത മറ്റൊരു വസ്തുവെടുത്തിട്ട് തനിച്ചതാണ് വിശദീകരിക്കണം. അങ്ങനെ വിശദീകരണം കൊണ്ടും തേടണം എന്നുള്ളതാണ് പറയാനുള്ളത്. കമായക്കോനു, അത് ഉണ്ടാകും പോലെ, ബിൽ ഇജ്മായി, ഇജ്മാ കൊണ്ടാകും പോലെ. ഈ ബയാൻ എന്തുകൊണ്ടാവാം? ഇജ്മാ കൊണ്ടാവുക. ഇങ്ങനെ ലാഹിറായതിന് ഉദാഹരണ പറഞ്ഞത്. ലാഹിറായ ഒരു ആമൽ, ആമായ ലാഹിർ കൊണ്ട് ബയാൻ ഉണ്ടാവാം. അതേതുപോലെ കമായക്കോൻ ബിൽ ഇജ്മാ, ഇജ്മാ കൊണ്ടുണ്ടാവും പോലെ. അപ്പോ ഇദാലമ്യത്ത് മുസ്തദില്ലു തഅമീമി, ആമാക്കലിലേക്ക് എന്ത് ചെയ്യുക? ലക്ഷ്യം പിടിക്കുന്ന ആള് വെളിപ്പെട്ടിട്ടില്ല എങ്കിൽ, വെളിപ്പെട്ടവാറ് വരും. വെളിപ്പെട്ടിട്ടില്ല എങ്കിലാണ് ലാഹിറായ ആമായ ലാഹിർ കൊണ്ട് ബയാനാണെങ്കിൽ പോലും ഈ പറഞ്ഞതല്ലാത്ത മറ്റു വല്ലതുകൊണ്ടും ഇസ്തിഖ്ലാൽ തനിച്ചു നിൽക്കുന്നു എന്ന് ബയാൻ ചെയ്യണം. അതേപോലെ ഫീ സൂറത്തിൻ, ഒരു രൂപത്തിൽ എന്തായി? കയ്യിലുണ്ട്, മുആറദ ചെയ്തു. ആ കയ്യില് കൊണ്ട് മുആറദ ചെയ്തു. എന്തിനെ? ത്വഅമിനെ. അപ്പൊ ആ കയ്യില് കൊണ്ട് മുആറദയെ ആവുന്ന ത്വഅമിനെ എന്ത് ചെയ്തു? ഇസ്തിഖ്ലാലാക്കി കൊടുക്കണം. അപ്പൊ അത് വിശദീകരിക്കുക മുസ്തദിൽ. ഇസ്തിഖ്ലാൽ ത്വഅമിനെ തനിപ്പിക്കലിനെ, അൽ മുആറദ എങ്ങനത്തെ ത്വഅമ്? അതിനെ ബിൽ കൈലി, കയ്യിൽ കൊണ്ട് എതിർക്കപ്പെട്ടിട്ടുണ്ട്. ത്വഅമല്ല, കയ്യിലാണ് എന്ന് പറഞ്ഞു ഒരു രൂപത്തിൽ. അതിന് ഇസ്തിഖ്ലാലാക്കണം. എന്തുകൊണ്ട്? ബിഹദീസി മുസ്ലിമിൻ, ഒരു മുസ്ലിം റളിയല്ലാഹു അൻഹു ഹദീസ് കൊണ്ട് വിശദീകരിച്ചു കൊടുക്കണം. ത്വആമി മിസ്ലം ബി മിസ്ലിൻ എന്ന ഇതാണ് സ്ഥിരപ്പെടുത്തി കൊടുത്തത് മുസ്തദില്. ഇയാള് കയ്യിൽ എന്നല്ലേ പറഞ്ഞത്? ആ കയ്യിൽ കൊണ്ട് അല്ല, അവിടെ ത്വഅമാണ് ഇസ്തിഖ്ലാൽ എന്നൊരു ഹദീസ് ഓതി കൊടുത്ത് സ്ഥിരപ്പെടുത്തി കൊടുത്തു. വൽ മുസ്തഖില്ലു, മുസ്തഖിലിനെ മുഖദ്ദമുൻ അലാ ഗൈരിഹി, മുസ്തഖിൽ അല്ലാത്ത ആളേക്കാൾ മുസ്തഖിലിനെയാണ് മുന്തിക്കുക. അപ്പൊ ഇങ്ങനെ ഒരു തഅറുദ് ആയിട്ടില്ല എങ്കിൽ, ഇത് തഅമീമാണ്, ഇങ്ങനെ ആയിട്ടില്ല എങ്കിൽ എന്ത് വേണം? ആ ഇസ്തിഖ്ലാലിനെ വിശദീകരിച്ചു കൊടുക്കണം. അപ്പോ മുസ്തദില് തഅമീമിലേക്ക് വെളിപ്പെട്ടാലോ, തഅമീമിലേക്ക് വെളിപ്പെട്ട് കഴിയുകയാണ് എങ്കിൽ വഖാല, എന്നിട്ട് മുസ്തദില് പറഞ്ഞു ഫതസ്ബുതു റിബവിയ്യ കുല്ലു മത്ഊം, എല്ലാ മത്ഊമുൻ റിബവിയാണ് എന്ന് സ്ഥിരപ്പെട്ടു എന്ന് തഅമീമിലേക്ക് വെളിപ്പെട്ടുകൊണ്ട് പറഞ്ഞാൽ ഖറജ അമ്മാ നഹ്നു ഫീഹി മിനൽ ഖിയാസ്, ഖിയാസാണുള്ള നമ്മുടെ ചർച്ച, ഇതിനെയും വിട്ട് അത് പുറത്തുപോയി. അല്ലതീ എങ്ങനത്തെ ഖിയാസ് എന്ന് ചോദിച്ചാല് ആ തഅറുദ് ഖിയാസിനെയും തൊട്ട് തടുക്കുക എന്ന വഴിയിലാണല്ലോ തഅറുദ്. അങ്ങനത്തതായ ഖിയാസിനെയും നിന്ന് പുറത്തുപോയി, ഇല്ല നെസ്സിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. അപ്പോ തഅറുദ് ആയിട്ടില്ല എങ്കിലാണ് എന്ത് ഇസ്തിഖ്ലാലിനെ തേടേണ്ടത്. മുസന്നിഫ് അൽ ബാഇനെ മടക്കി
അബി ബയാനി എന്ന് പറഞ്ഞ ബാന മടക്കി കൊണ്ടുവന്നു. ബയാനി എന്ന് പറഞ്ഞാൽ പോലെ ഒരു തൂരിൽ ഫസിലി വബിൽ മുത്താലബത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ശേഷം പറഞ്ഞതിനടിയിലും ഒരുപാട് സമയം പോയി. ഒരു ഫസിൽ ദീർഘം വന്നപ്പോ കൂട്ടിച്ചേർത്തുകൊണ്ട് ബാന പറഞ്ഞു അവിടെ കത്തപ്പാക്കിക്കൊണ്ട്. ഇനി ഇഅ്തിറാദ് നടത്തുന്ന ഒരാളോട് ഇസ്തിദ്ലാൽ നടത്തുന്ന ആൾ പറഞ്ഞാൽ സബത്തൽ ഹുക്മു ഹുക്മ് സ്ഥിരപ്പെട്ടു പോയി ബി ആദി സൂറായി ഈ രൂപത്തില് മഅ ഇൻതിഫായി വസ്ഫികല്ലദി അറൽത ബിഹി വസ്ഫി അൻഹാ നീ ഞാൻ പറഞ്ഞ വസ്ഫിനെ നീ എതിർത്തല്ലോ, ആ വസ്ഫിനെയും വിട്ട് ആ ഇല്ലത്തിനെയും വിട്ട് നീ എന്താ എതിർത്തല്ലോ. അങ്ങനെ എതിർത്തതായിരിക്കുന്ന നിന്റെ ഈ വസ്തു ഇവിടെ ഇല്ല തന്നെ. അത് ഇല്ലാത്തതോടൊപ്പം തന്നെ ആ രൂപത്തിൽ എന്തുണ്ട് ഹുക്മ് സ്ഥിരപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ എന്നാൽ മുആറദയെ തടുക്കുന്നതിന് മതിയാകുമോ? ഇല്ല. എപ്പോ ഇല്ലം യകുൻ ഐ യൂജദ് മഅഹു ഐ മഅ ഇൻതിഫാഇ വസ്ഫിൽ മുഅ്തറദി അൻഹാ സൂറത്തിനെ തൊട്ട് ഇഅ്തിറാദ് നടത്തപ്പെട്ട ഒരു വസ്ഫുണ്ട്. ആ വസ്ഫ് ഇല്ലാത്തതോടൊപ്പം അതില്ല എങ്കിൽ എത്തിച്ചിട്ടില്ല എങ്കിൽ എന്ത് വസ്ഫുൽ മുസ്തദിൽ ഫീഹാ ആ സൂറത്തിലുള്ള ഇസ്തിദ്ലാൽ നടത്തിയ ആളുടെ വസ്ഫ് എത്തിച്ചിട്ടില്ല എങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതിയാവുകയില്ല. എന്നാ മതിയാവില്ല എന്ന് പറയാൻ കാരണം ഇസ്തിവാഹിമ രണ്ടാളും മുഅ്തരിദും മുസ്തദിലും സമമാണ്. ഇൻതിഫായി വസ്ഫൈഹിമ അവ രണ്ടുപേരുടെയും വസ്ഫ് ഇല്ലാത്ത കാര്യത്തിൽ അതുകൊണ്ട് മതിയാവൂല. ബിഖിലാഫിമാ ഇദാ വുജിദ വസ്ഫുൽ മുസ്തദിൽ ബിഹാ ആ സൂറത്തിൽ മുസ്തദിലിന്റെ വസ്ഫ് ഉണ്ടായി വെക്കാം, എന്നാ പിന്നെ കുഴപ്പമില്ല. അപ്പൊ തടുക്കുന്നതിൽ അങ്ങനെ പറഞ്ഞാൽ മതിയാകും. അത് മതിയാവുന്നില്ല അഭിപ്രായം എടുത്തു തന്നത് ബിനാഅൻ അലംതിനായി തഅയീനുൽ ഹുക്മി ഇല്ലത്തൈനില്ലദീ സ്വഹഹുൽ മുസന്നിഫു മുസന്നിഫ് സ്വഹിയാക്കി വെച്ചത് എന്താ? രണ്ട് ഇല്ലത്ത് കൊണ്ട് ഒരു ഹുക്മിന് ഇല്ലത്ത് പറയാൻ പറ്റില്ല എന്നുള്ളതാ. അതിനെ സഹീഹാക്കിയത് മുസന്നിഫ്. ആ അഭിപ്രായത്തിൽ എടുത്തുകൊണ്ടാണ് ഈ പറയുന്നത് മതി എന്നുള്ളത്. കമാ തഖദ്ദമ അത് മുമ്പ് പറഞ്ഞു പോയതാണ്, അവിടെ നോക്കാം. വക്കീല പറയപ്പെട്ടിട്ടുണ്ട്. എന്താ പറയുന്നതെന്ന് ചോദിച്ചാല് ലം യക്ഫി മതിയാവില്ല. ആ വാക്ക് മുത്തലഖൻ നിൽക്കും മതിയാവൂല. ഈ പറഞ്ഞത് എവിടെ നിർത്തത്ത ബിനാഅന ജവാദി തഅരീരി ഇല്ലത്തേനി രണ്ട് ഇല്ലത്ത് കൊണ്ട് ഹുക്മിന് ഇല്ലത്താക്കാൻ പറ്റും എന്ന അഭിപ്രായത്തിന്റെ മേലെടുത്തുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോ ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് മറ്റു പല കാര്യങ്ങളും നാളെ ചർച്ച ചെയ്യാം. എന്ന് ഇവിടെ തൽക്കാലം ക്ലാസ് നിർത്തട്ടെ. അള്ളാഹു ഇത് നമ്മൾ ഖബൂൽ ചെയ്യട്ടെ. നല്ല രാഹത്തോടുകൂടെ പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.